സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ്. ഒപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും. കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ജനപ്രിയ സീരിയലാണ് അല്ലിയാമ്പൽ. ഒരു ഗ്രാമത്തിലെ പ്രണയിതാക്കളുടെ കഥയാണ് അല്ലിയാമ്പൽ പറയുന്നത്. ഇപ്പോഴിതാ ഫ്ലവേഴ്സിലെ സീരിയലായ സീതയിലെ ഇന്ദ്രനായി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറിയ ഷാനവാസ് അല്ലിയാമ്പലിലേക്ക് എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരിക്കുകയാണ്. സീരിയലിൽ നായകനായി ദേവന്റെ കളിക്കൂട്ടുകാരനായിട്ടാണ് ഷാനവാസ് സീരിയലിലേക്ക് എത്തുന്നത്. സീത സീരിയലിലൂടെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടനായി മാറിയ ആളാണ് ഷാനവാസ്. കുങ്കുമപ്പൂവിലെ രുദ്രൻ എന്ന കഥാപാത്രത്തിന് ശേഷം ഷാനവാസിന് ലഭിച്ച ശക്തമായ കഥാപാത്രമായിരുന്നു സീതയിലെ ഇന്ദ്രൻ. വില്ലനായി എത്തി നായകനായി മാറിയ ഷാനവാസിന് ഏറെ ആരാധകരാണ് ഉണ്ടായത്. എന്നാൽ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഷാനവാസ് സീരിയലിൽ നിന്നും പുറത്താവുകയായിരുന്നു. എന്നാൽ ഇത് വൻ വിവാദങ്ങൾക്കും വഴിതെളിച്ചിരുന്നു. തുടർന്ന് ഷാനവാസ് സീതയിലേക്ക് തിരികെ എത്തുമെന്ന് മലയാളി ലൈഫിന് നൽകിയ അഭിമുഖത്തിൽ ഷാനവാസും സംവിധായകൻ ഗിരീഷ് കോന്നിയും ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കിയിരുന്നു. ഷാനവാസ് തിരികെ എത്തുന്ന സീനുകൾ ഉടൻ ചിത്രീകരണം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ സീത ടീം. ഈ അവസരത്തിലാണ് ഷാനവാസിനെ തേടി അല്ലിയാമ്പലിലെ കഥാപാത്രവും എത്തിയിരിക്കുന്നത്. അല്ലിയാമ്പൽ സീരിയലിലേക്ക് നടൻ ഷാനവാസ് എത്തുന്നു എന്ന വാർത്ത ഇപ്പോൾ ഷാനു ആരാധകരെ ആഹ്ലാദിപ്പിക്കുകയാണ്. സീരിയലിലെ കേന്ദ്ര കഥാപാത്രമായ ദേവന്റെ ബാല്യകാല സുഹൃത്തായിട്ടാണ് ഷാനവാസ് സീരിയലിലേക്ക് എത്തുന്നത്. ശ്രീറാം എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. കഥാതന്തുവിൽ പുതിയ വഴിത്തിരിവുമായിട്ടാണ് ഷാനവാസ് സീരിയലിലേക്ക് കടന്നെത്തുന്നത്. ഇനി സീനിൽ ഉടനീളം കേന്ദ്ര കഥാപാത്രമായി ഷാനവാസ് നിറഞ്ഞു നിൽക്കുമെന്നാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. സോഷ്യൽ മീഡിയയിൽ ഷാനവാസ് അല്ലിയാമ്പൽ ടീമിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ എത്തിയതോടെയാണ് ആരാധകർ ഈ വിവരം അറിഞ്ഞത്. സീതയിലേക്ക് താരം മടങ്ങിയെത്തുന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് അല്ലിയാമ്പലിലും ഷാനവാസിനെ കാണാൻ കഴിയുമെന്ന സന്തോഷത്തിൽ ആരാധകർ എത്തിയത്. ജയ്ധനുഷും പല്ലവി ഗൗഡയുമാണ് അല്ലിയാമ്പൽ സീരിയലിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, മലയാളി ലൈഫ്.